മഴ തീർച്ചയായും പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും നമ്മൾ കാണേണ്ടത് ഇന്ന് ഏറെക്കുറെ ഉച്ചവരെ മഴ മാറി നിന്ന ഒരു അവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ തിരച്ചിൽ വലിയ തോതിൽ നടക്കുകയും ചെയ്തു. വലിയ ആൾക്കൂട്ടം ഉണ്ടായിരുന്നില്ല. പക്ഷേ യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിലായിരുന്നു നടത്തിയത്. സൈന്യവും കരസേനയും നാവികസേനയും ദുരന്ത നിവാരണ സേനയും ഒക്കെ സജീവമായി തന്നെ രംഗത്തിറങ്ങി. ആ ഒരു ആൾക്കൂട്ടം വേണ്ട, കൂടുതൽ യന്ത്രങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് സന്നദ്ധ പ്രവർത്തകരോട് ഇന്നവർ ഇറങ്ങേണ്ട, മാറി നിന്നുകൊള്ളാൻ പറഞ്ഞത്. കാരണം അതോടൊപ്പം തന്നെ മഴ ഇന്നും വലിയ തോതിൽ തന്നെ ആഞ്ഞു പെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു. മറ്റൊരു ഉരുൾപൊട്ടലിനെ കൂടി ഉണ്ടാകുമോ, അല്ലെങ്കിൽ ആ വിധത്തിൽ മണ്ണിടിച്ചിലുണ്ടാകുമോ എന്നുള്ള പേടിയും എല്ലാവർക്കും ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിലാണ് മാറി നിൽക്കാനുള്ള നിർദ്ദേശം വന്നത്. നാളെ 6:30 മുതൽ തന്നെ ഈ തിരച്ചിൽ ആരംഭിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തെരച്ചിലിനായി കൂടുതൽ യന്ത്രങ്ങൾ കൊണ്ടുവരുന്നു. ശ്രീധര, 60 അടിയെങ്കിലും ആഴത്തിലേക്ക് യന്ത്രക്കൈ താഴ്ത്താൻ കഴിയുന്ന വിധത്തിലുള്ള യന്ത്രങ്ങളാണ് കൊണ്ടുവരുന്നത്. അങ്ങനെയാണെങ്കിൽ MLA പറഞ്ഞൊരു കാര്യമുണ്ട്. MLA ആദ്യം മുതലേ പറയുന്ന പ്രദേശത്താണ് ഇപ്പോൾ അവസാനം തിരച്ചിൽ നടക്കുന്നത്. നേരത്തെ മറ്റുള്ളവരെയൊക്കെ നിർദ്ദേശപ്രകാരമാണ് മറ്റ് 2-3 ഇടങ്ങളിൽ പരിശോധിച്ചത്. അദ്ദേഹത്തിന് അറിയാവുന്ന മേഖലയാണ്, അവിടെ നാളെ പരിശോധന നടത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത്. നേരത്തെ തന്നെ ഒരു തെരച്ചിലിന് ഒരു ഫലമുണ്ടാകും എന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ പ്രാദേശികമായിട്ട് അറിവുള്ള ആളുകൾ പറയുന്നത് ആദ്യം ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ റിസൾട്ട് മുന്നേ ആയേനെ, ഒരുപക്ഷെ നമുക്ക് അർജുൻ ഒരു തിരിച്ചുവരവ് ഉണ്ടായേനെ എന്നൊക്കെ നമുക്ക് പറയായിരുന്നു. ഏതായാലും ഇപ്പോൾ ആ പുഴയോട് ചേർന്ന് റോഡിന് മണ്ണിടിഞ്ഞ ഭാഗത്ത് നിന്ന് എതിർവശത്തുള്ള പുഴയോട് ചേർന്നിട്ടുള്ള ഭാഗത്താണ് തിരച്ചിൽ നാളെ നടത്താൻ പോകുന്നത്. ഇന്ന് അവിടെ തട്ടായിട്ട് തിരിച്ച് മണ്ണ് മാറ്റി റഡാർ ഉപയോഗിച്ചൊക്കെ പരിശോധന നടത്തിയിരുന്നു. നാളെ കൂടുതൽ ആധുനിക സംവിധാനങ്ങളോടുകൂടിയ യന്ത്രമാണ് നാളെ കൊണ്ടുവരുന്നത്. ബൂം ലെങ്ത് എന്നാണ് യന്ത്രത്തിൻ്റെ പേര്. അത് കൊണ്ടുവരുന്നത് ബലഗാവിക്ക് സമീപമുള്ള ഗോക്കക്ക് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. ഏതായാലും ഓൾറെഡി യന്ത്രം പുറപ്പെട്ടു കഴിഞ്ഞു. നിലവിൽ MLAയുടെ വാക്കുകൾ ഇന്ന് രാത്രി എത്തും. യെല്ലാപുര എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഇവിടുന്ന് കേവലം 70-75 കിലോമീറ്റർ ദൂരമുള്ളൂ. അവിടെ വരെ എത്തിയെന്നാണ് MLA പറയുന്നത്. ആ യന്ത്രത്തിൻ്റെ ഒരു പ്രത്യേകത, 60 അടി വരെ താഴ്ചയിലേക്ക് നമുക്ക് പരിശോധിക്കാനാവും. ഇതിൻ്റെ കൈകൾ എത്തും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 12 മീറ്റർ വീതിയുള്ള ഒരു കൽക്കെട്ട് ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നു. അതായത് ലക്ഷ്മൺ നായിക്കിൻ്റെ കടയിരുന്ന സ്ഥലം ആ പുഴയോരത്തായിരുന്നു. അവിടെ ഒരു കൽക്കെട്ടുണ്ടായിരുന്നു. അതിന് 12 മീറ്റർ വരെ ആഴമുണ്ടായിരുന്നു. ആ ആഴത്തിലേക്ക് പരിശോധിക്കാൻ പറ്റുന്ന ഒരു യന്ത്രമാണ് ഇപ്പോൾ കൊണ്ടുവരുന്നത്. നാളെ അതിരാവിലെ തന്നെ പരിശോധന ആരംഭിക്കും. മഴ ഇതിന് തടസ്സമാവില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട്. ഈ യന്ത്രം കൃത്യമായിട്ട് പ്രവർത്തിക്കാനാവും. ഈ നദിയിലിറങ്ങിയുള്ള പരിശോധന ഇന്ന് കാര്യമായിട്ട് നടത്താൻ പറ്റിയിട്ടില്ല. കുറച്ച് റഡാർ ഉപയോഗിച്ച് പരിശോധന നടത്തി, വെള്ളത്തിൽ ഉപയോഗിക്കാവുന്ന റഡാർ ഉപയോഗിച്ച് പരിശോധന നടത്തിയെന്ന് ഒഴിച്ചാൽ മുങ്ങൽ വിദഗ്ധർക്ക് അതിലേക്ക് ഇറങ്ങാൻ കഴിയാത്തൊരു സ്ഥിതിയുണ്ട്. പ്രത്യേകിച്ച് വലിയ കുത്തൊഴുക്ക്, അടിയൊഴുക്ക് ഗംഗാവലി പുഴയിലുള്ള ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാളത്തെ ഈ ഒരു യന്ത്രം വെച്ചുള്ള പരിശോധനയിൽ ഏതെങ്കിലും തരത്തിൽ റിസൾട്ട് കിട്ടും. ഈ രക്ഷാപ്രവർത്തകർ, കേരളത്തിൽ നിന്നുള്ള രക്ഷാപ്രവർത്തകർ, എനിക്ക് തോന്നുന്നു ബിജുക്കൊക്കെ പറഞ്ഞൊരു കാര്യം, ഈ പുഴയോരത്ത് ചേർന്നിട്ടുള്ള ഭാഗത്തേക്ക് ലോറി ഇരുന്ന് പോവാൻ സാധ്യതയുണ്ട്. അതായത് മണ്ണ് അടിയിൽ നിന്നാണ് പൊട്ടി വരുന്നത്. ലോറി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലോറിയുമായി ഇത് കൃത്യമായി മണ്ണ് മുന്നോട്ട് പോയിട്ടുണ്ടാവും. അതധികം വെയിറ്റുള്ള കാരണം അധികം ദൂരത്തേക്ക് പോവില്ല. അവിടെ തന്നെ ആ ലക്ഷ്മൺ നായിക്കിൻ്റെ കടയും കവർന്നെടുത്തുകൊണ്ട് ആ പുഴയോരത്ത് തന്നെ അത് താഴ്ന്നു പോകാനുള്ള ഒരു സാധ്യതയാണ് ഉണ്ടാവുക എന്നുള്ള ഒരു കാര്യമാണ് രക്ഷാപ്രവർത്തകർക്ക്, അതായത് കേരളത്തിൽ നിന്ന് രക്ഷാപ്രവർത്തകർ പറയുന്നത്. ആ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ MLAയുടെ സാന്നിധ്യത്തിൽ MLAയുടെ നിർദ്ദേശപ്രകാരം പരിശോധന നടക്കുന്നത്. എനിക്ക് ഏതായാലും അതിലൊരു റിസൾട്ട് ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷേ ഈ തിരച്ചിലിൻ്റെ ഭാവി എന്താകുമെന്നുള്ളത് ഈ യന്ത്രത്തിൻ്റെ പരിശോധനയിൽ, ഈ യന്ത്രം ഉപയോഗിച്ചുള്ള പരിശോധനയിൽ തന്നെ ആവാനാണ് സാധ്യത, അല്ലേ? തീർച്ചയായിട്ടും അക്ഷയ, പറയേണ്ടുന്ന കാര്യം, ഓരോ മഴ കഴിയുമ്പോഴും പുഴ കുലംകുത്തി വലിയ തോതിൽ ഇരമ്പിയാർത്ത് കുലംകുത്തി ഒഴുകുന്ന ഒരവസ്ഥയാണുള്ളത്. നമ്മൾ സാധാരണ പറയുന്ന വിധത്തിനൊക്കെ അപ്പുറത്ത് എല്ലാ പോഷക നദികളും കൊണ്ടുവന്ന് തള്ളുന്ന മണ്ണും ചെളിയും അടങ്ങി വലിയൊരു നദിയായി ഈ മഹാപ്രവാഹമായി മാറുമ്പോൾ അതിൽ തിരച്ചിൽ നടക്കുന്നുണ്ട്. എല്ലാവരും കാത്തിരിക്കുകയാണ് നാളത്തെ ഒരു ദിവസത്തിനായി.